ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 24 രുദ്രഗീതം. ഇതിൻ്റെ സംഗ്രഹം. ധ്രുവചരിതം നാരദ മഹർഷി പ്രചേതസ്സുകളുടെ സത്രത്തിൽ വെച്ച് വർണ്ണിച്ചു കേൾപ്പിച്ചു എന്ന് കേട്ടപ്പോൾ ആ പ്രചേതസ്സുകൾ ആരാണെന്ന് വിതുരൻ ചോദിച്ചു. പ്രചേതസ്സുകളുടെ ചരിത്രം പറയാനാണ് ധ്രുവന്റെ വംശവും അങ്കൻ, വേനൻ, പൃഥു എന്നീ രാജാക്കന്മാരുടെ ചരിത്രങ്ങളും പറഞ്ഞത്. ഇനി പ്രചേതസ്സുകളുടെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. മൈത്രേയ മഹർഷി പറഞ്ഞു, പൃഥു മഹാരാജാവ് വനത്തിലേക്ക് പോയ ശേഷം അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രനും കീർത്തിമാനുമായിരുന്ന വിജിതാശ്വൻ രാജാവായി തീർന്നു. സഹോദരന്മാരോട് സ്നേഹമുണ്ടായിരുന്ന അദ്ദേഹം അനുജന്മാരെ രാജ്യത്തിൻ്റെ 4 ഭാഗത്തും രാജാക്കന്മാരായി വാഴിച്ചു. കിഴക്കുഭാഗം ഹര്യക്ഷനും, തെക്കുഭാഗം ധൂമ്രകേശനും, പടിഞ്ഞാറ് ഭാഗം വൃകനും, വടക്കുഭാഗം ദ്രവിണസനും കൊടുത്തു. മധ്യഭാഗം താനും ഭരിച്ചു വന്നു. ഇന്ദ്രനിൽ നിന്ന് തിരസ്കരണീ വിദ്യ അഭ്യസിച്ച വിദിതാശ്വന് അന്തർധാനൻ എന്നുകൂടി പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്നിയായ ശിഖണ്ഡിനിയിൽ 3 പുത്രന്മാരുണ്ടായി. പാവകൻ, പവമാന്, ശുചി എന്ന ഈ 3 പേരും അഗ്നിദേവന്മാരായിരുന്നു. വസിഷ്ഠ മഹർഷിയുടെ ശാപത്താൽ ഭൂമിയിൽ ജനിക്കേണ്ടി വന്നവരാണ് അവർ. യോഗസാധനയിലൂടെ അവർ പഴയ പോലെ അഗ്നികളായി തീരുകയും ചെയ്തു. വിജിതാശ്വന് മറ്റൊരു പത്നിയായ നഭസ്വതിയിൽ ഹവിർധാനൻ എന്നൊരു പുത്രനുണ്ടായി. രാജാക്കന്മാരുടെ ആ കുലധർമ്മം കപ്പം വാങ്ങുക, നികുതി പിരിക്കുക, കുറ്റവാളികളെ ശിക്ഷിക്കുക, ചുങ്കം വാങ്ങുക മുതലായ പ്രവൃത്തികളാണല്ലോ. അവയെ പാപമായി കരുതിയ ഹവിർധാനൻ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം ചെയ്തു. അങ്ങനെ രാജാവിൻ്റെ പ്രവൃത്തികളിൽ നിന്നും ഒഴിവായി. ആത്മജ്ഞാനിയായിരിക്കുന്ന അദ്ദേഹം ആ യാഗത്തിൽ ഭഗവാനെ ഭജിച്ച് സാലോക്യമുക്തിയെ പ്രാപിച്ചു. ഹവിർധാനൻ്റെ പത്നിയായിരുന്നു ഹവിർധാനി. അവർക്ക് 6 പുത്രന്മാരുണ്ടായി. ബർഹിഷത്ത്, ഗയൻ, ശുക്ലൻ, കൃഷ്ണൻ, സത്യൻ, ജിതവ്രതൻ എന്നായിരുന്നു അവരുടെ പേരുകൾ. അവരിൽ മൂത്തവനായിരിക്കുന്ന ബർഹിഷത്ത് പ്രജാപരിപാലനത്തിലും വേദത്തിലെ കർമ്മകാണ്ഡത്തിലും പ്രാണായാമം മുതലായ യോഗാഭ്യാസത്തിലും വിദഗ്ധനായിരുന്നു. അദ്ദേഹം തുടരെ യാഗങ്ങൾ ചെയ്ത് ഭൂമിയെ തന്നെ യജ്ഞശാലയാക്കി മാറ്റി. കിഴക്കോട്ട് തലയാക്കി ദർഭ വിരിച്ച് ഭൂമി മുഴുവൻ മൂടിയിരുന്ന അദ്ദേഹത്തെ പ്രാചീന ബർഹിസ്, കിഴക്കോട്ട് തലയാക്കി ദർഭ വിരിച്ചിരിക്കുന്ന ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം, എന്ന് ജനങ്ങൾ വിളിക്കാൻ തുടങ്ങി. ബ്രഹ്മദേവന്റെ ഉപദേശം അനുസരിച്ച് അദ്ദേഹം സമുദ്രദേവതയുടെ മകളായിരിക്കുന്ന ശതദ്രുതിയെ വിവാഹം കഴിച്ചു. പരമസുന്ദരിയും യൗവനാരംഭപ്രായത്തിൽ വിളങ്ങുന്നവളും സർവാഭരണഭൂഷിതയുമായ അവൾ വിവാഹ സമയത്ത് അഗ്നിയെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അഗ്നിദേവൻ അവളെ കാമിച്ചുപോയി. അതിൽ നിന്ന് ശതദ്രുതിയുടെ സൗന്ദര്യത്തെപ്പറ്റി ഊഹിക്കാമല്ലോ. നവവധുവായിരിക്കുന്ന ശതദ്രുതി നടക്കുമ്പോഴുണ്ടാകുന്ന കാൽത്തളകളുടെ കിലുക്കം കേട്ട് ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, മുനിമാർ, സിദ്ധന്മാർ, മനുഷ്യർ, നാഗങ്ങൾ മുതലായ എല്ലാവരും അവളുടെ അലൗകിക സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി. പ്രാചീന ബർഹിസിന് ശതദ്രുതിയിൽ പ്രചേതസ്സുകൾ എന്ന പേരിൽ 10 പുത്രന്മാരുണ്ടായി. അവർ 10 പേരും ഒരേ സ്വഭാവത്തോടും ധർമ്മനിഷ്ഠയോടും കൂടിയവരായിരുന്നു. പ്രജാസൃഷ്ടി വളർത്താൻ അച്ഛൻ അവരോട് പറഞ്ഞു. ഭഗവത് അനുഗ്രഹം നേടാനായി അവർ തപസ് ചെയ്യാൻ പടിഞ്ഞാറേ സമുദ്രതീരത്തെത്തി. വഴിക്ക് വെച്ച് ശ്രീ പരമേശ്വരൻ്റെ സന്ദർശന ഭാഗ്യം അവർക്ക് സിദ്ധിച്ചു. ശിവൻ ഉപദേശിച്ച മന്ത്രം ജപിച്ച് വിഷ്ണു ഭഗവാനെ ആരാധിച്ചുകൊണ്ട് അവർ 10,000 സംവത്സരക്കാലം തപസ് ചെയ്തു. ഇത്രയും കേട്ടപ്പോൾ വിതുരർ ചോദിച്ചു, പ്രചേതസ്സുകൾക്ക് എങ്ങനെയാണ് ശ്രീ ശിവനെ കാണാൻ കഴിഞ്ഞത്? അവർക്ക് മഹാദേവൻ എന്താണ് ഉപദേശിച്ചത്? സാരവത്തായ അത് എനിക്ക് പറഞ്ഞു തരണം. മുനിമാർ പോലും സർവസംഘ പരിത്യാഗികളായി ശിവദർശനത്തെ കാത്തുകഴിയുന്നവരാണല്ലോ. ഭഗവാൻ ശിവനെ സാധാരണ മനുഷ്യർക്ക് കാണാൻ കിട്ടാറില്ല. ശിവൻ ആത്മാരാമനാണെങ്കിലും ലോകപാലനത്തിന് ആയിട്ടാണല്ലോ ഘോരമായ ആ സംഹാര ശക്തിയോടെ സഞ്ചരിക്കുന്നത്. വിതുരൻ്റെ ചോദ്യത്തിന് മൈത്രേയ മഹർഷി മറുപടി പറഞ്ഞു. സൃഷ്ടി വർദ്ധിപ്പിക്കാനുള്ള പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രചേതസ്സുകൾ തപസ് ചെയ്യാനായി പടിഞ്ഞാറ് ദിക്കിലേക്ക് പുറപ്പെട്ടു. പടിഞ്ഞാറേ സമുദ്രതീരത്തെത്തിയ അവർ അവിടെ വലിയ ഒരു സരസ് കണ്ടു.
സജ്ജനങ്ങളുടെ മനസ്സുപോലെ തെളിഞ്ഞ നിർമ്മല ജലത്തോടു കൂടിയതായിരുന്നു ആ പൊയ്ക. നീലനിറത്തിലും ചുവപ്പ് വർണ്ണത്തിലും ഉള്ള താമര, ആമ്പൽ, സൗഗന്ധിക പുഷ്പങ്ങൾ മുതലായവ നിറഞ്ഞു നിൽക്കുന്നതും അരയന്നങ്ങൾ, കുളക്കോഴികൾ, ചക്രവാകങ്ങൾ, കാരണ്ടവങ്ങൾ എന്നീ പക്ഷികളുടെ കളകൂജരങ്ങളാൽ മനോഹരവുമായിരുന്നു ആ തടാകം. മതിച്ച വണ്ടുകളുടെ ഝങ്കാരസ്വരത്താൽ രോമാഞ്ചമണിഞ്ഞ ലതകളോടും വൃക്ഷങ്ങളോടും കൂടിയതും താമരപ്പൂവിൻ്റെ മണം വഹിച്ചു സഞ്ചരിക്കുന്ന ആ മന്ദമാരുതനോട് കൂടിയതും ആയിരുന്നു ആ സരസിൻ്റെ പരിസരം. പ്രചേതസ്സുകൾ ആ സരസിൽ നിന്നും മൃദംഗം, പണവം മുതലായ വാദ്യങ്ങളോട് കൂടിയ ഒരു ദിവ്യസംഗീതം കേട്ട് ആശ്ചര്യപ്പെട്ടു. ആ തടാകത്തിൽ നിന്നും പരിവാരസമേതം ഉയർന്നു വരുന്ന ശിവനെ അവർ കണ്ടു. ദേവന്മാരും ഗന്ധർവന്മാരും ശ്രീപരമേശ്വരനെ സ്തുതിച്ചുകൊണ്ട് അനുഗമിച്ചിരുന്നു. ചുട്ടുപഴുപ്പിച്ച സ്വർണത്തിൻ്റെ നിറത്തോടു കൂടിയവനും നീലകണ്ഠനും 3 തൃക്കണ്ണുകളോട് കൂടിയവനും പ്രസാദത്തെ സൂചിപ്പിക്കുന്ന മുഖകമലത്തോടു കൂടിയവനുമായിരുന്നു മഹാദേവൻ. പ്രചേതസ്സുകൾ ശിവന്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു. ആശ്രയിക്കുന്നവരുടെ ദുഃഖത്തെ തീർത്ത് അനുഗ്രഹിക്കുന്നവനും ധർമ്മവത്സലനുമായ രുദ്രഭഗവാൻ സൽഗുണസമ്പന്നരായ ആ പ്രചേതസ്സുകളോട് പ്രീതിയോടെ പറഞ്ഞു: രാജകുമാരന്മാരെ, നിങ്ങൾ വേദിഷത്തിൻ്റെ, അതായത് പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരാണെന്നും എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. പ്രകൃതി പുരുഷന്മാരിൽ നിന്ന് അതീതനായിരിക്കുന്ന ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിച്ച നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. വർണ്ണാശ്രമധർമ്മങ്ങളെ നിഷ്കാമമായിട്ട് അനുഷ്ഠിച്ചാൽ 100 ജന്മങ്ങൾ കഴിയുമ്പോൾ അവൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കും. അതിലും അധികരിച്ച പുണ്യകർമ്മത്താൽ ശിവസാലോക്യമാകുന്ന എൻ്റെ ലോകത്തെ പ്രാപിക്കാം. എന്നാൽ ഭഗവാൻ വാസുദേവനിൽ ദൃഢമായ ഭക്തിയോട് കൂടിയവൻ മരിച്ചാൽ വിഷ്ണു സായുജ്യം പ്രാപിക്കുന്നു. ഞാനും മറ്റു ദേവന്മാരും പ്രാകൃത പ്രളയകാലത്ത് ആ സ്ഥാനത്തെ തന്നെയാണ് പ്രാപിക്കുന്നത്. നിങ്ങൾ ഉത്തമ ഭക്തന്മാരാണ്, അതിനാൽ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഭക്തന്മാർക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ടവനായിട്ട് മറ്റാരും ഇല്ല. പരിപാവനവും ശുഭകരവും അത്യുത്കൃഷ്ടവുമായ ആ ഒരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. അത് മോക്ഷപ്രാപ്തിയെ സാധിപ്പിക്കുന്നതാണ്. ശ്രദ്ധയോടെ കേൾക്കൂ. കരുണാനിധിയായിരിക്കുന്ന ശിവൻ ഇപ്രകാരം അരുളി ചെയ്ത് പ്രചേതസ്സുകൾക്ക് രുദ്രഗീതം എന്ന മന്ത്രത്തെ ഉപദേശിക്കാൻ ആരംഭിച്ചു. രുദ്രഗീതം. ഭഗവാനെ, എല്ലാവരെയും അതിശയിപ്പിക്കുന്ന നിന്തിരിവടിയുടെ ഉത്കർഷം ആത്മജ്ഞാനികളുടെ ആനന്ദത്തിനു വേണ്ടിയാണ്. അതിനാൽ എനിക്ക് സ്വാനന്ദപ്രാപ്തിയാകുന്ന മംഗളം ഭവിക്കട്ടെ. നിന്തിരിവടി പരമസച്ചിദാനന്ദ സ്വരൂപനായി എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളിലും ആത്മസ്വരൂപേണ വിളങ്ങുന്ന അവിടുത്തേക്ക് നമസ്കാരം. പ്രപഞ്ചകാരണമായ ആ താമരപ്പൂവ് അങ്ങയുടെ നാഭിയിൽ നിന്നും ഉണ്ടായതാണല്ലോ. അപ്രകാരമുള്ള പത്മനാഭനായ അവിടുത്തേക്ക് നമസ്കാരം. ആകാശാദി പഞ്ചഭൂതങ്ങൾ, ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന തന്മാത്രകൾ, പഞ്ചേന്ദ്രിയങ്ങൾ ഇവയാണ് ജീവന്റെ ഉപാധികൾ. അവയുടെ നിയന്താവും സ്വയം പ്രകാശസ്വരൂപനും നിർവികാരനും ശാന്തനും വാസുദേവനുമായ ആ ചിത്തത്തിൻ്റെ ദേവതയായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അവ്യക്തനും അനന്തനും എല്ലാത്തെയും സംഹരിക്കുന്നവനും സംഘർഷണൻ എന്ന പേരിൽ അഹങ്കാരത്തിൻ്റെ ദേവതയുമായ അവിടത്തേക്ക് നമസ്കാരം. പ്രപഞ്ചബോധത്തിൻ്റെ കാരണവും ബുദ്ധിതത്വത്തിൻ്റെ അധിഷ്ഠാന ദേവതയുമായ പ്രദ്യുമ്നന് നമസ്കാരം. പഞ്ചേന്ദ്രിയങ്ങളുടെയും നിയന്താവാണല്ലോ മനസ്സ്. മനസ്സിൻ്റെ ദേവതയും അനിരുദ്ധ സ്വരൂപിയുമായ ഭഗവാന് നമസ്കാരം. തേജസ്സുകൊണ്ട് എങ്ങും നിറഞ്ഞവനും ക്ഷയവും വൃദ്ധിയുമില്ലാത്തവനും സൂര്യസ്വരൂപനുമായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. സ്വർഗത്തിലേക്കും മോക്ഷത്തിലേക്കുമുള്ള പ്രവേശനദ്വാരമായവനും അന്ധകരണത്തിൽ പ്രകാശിക്കുന്നവനും യജ്ഞകർമ്മത്തിൻ്റെ പ്രധാന ഘടകമായിരുന്ന് ആ യജ്ഞത്തെ വിസ്തരിപ്പിക്കുന്നവനും സ്വർണമാകുന്ന വീര്യത്തോടു കൂടിയവനും അഗ്നിസ്വരൂപനുമായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. സോമരസസ്വരൂപനും ദേവന്മാരുടെയും പിതൃക്കളുടെയും അന്നമയം ആയവനും വേദസ്വരൂപനും ചന്ദ്രസ്വരൂപിയുമായ ശ്രീഹരിക്ക് നമസ്കാരം. ജീവന്മാർക്ക് തൃപ്തിയെ നൽകുന്ന ജലസ്വരൂപിയായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. എല്ലാ പ്രാണിവർഗങ്ങളുടെയും ശരീരങ്ങളിലായി ഭൂമി സ്വരൂപം പൂണ്ടിരിക്കുന്ന ഭഗവാന് നമസ്കാരം. പ്രാണബലം, ഇന്ദ്രിയബലം, ശരീരബലം ഇവയോടുകൂടിയിരുന്ന് 3 ലോകങ്ങളെയും പാലിക്കുന്ന ആ വായുസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ നമസ്കാരം. പദാർത്ഥങ്ങളെ അറിയിപ്പിക്കുന്നതായി അകം പുറം എന്ന ആ വ്യവഹാരത്തിന് ആലംബമായിരിക്കുന്ന ആകാശസ്വരൂപിയായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. തേജോമയമായ ആ സ്വർഗലോക സ്വരൂപേണ വിളങ്ങുന്ന ഭഗവാന് നമസ്കാരം. പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണവുമായി പിതൃലോകപ്രാപ്തിയെയും ദേവലോകപ്രാപ്തിയെയും സാധിപ്പിക്കുന്ന കർമ്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. അധർമ്മത്തിൻ്റെ ഫലമായ ആ ദുഃഖത്തെ നൽകുന്ന മൃത്യുസ്വരൂപനായ ഭഗവാന് നമസ്കാരം.
ആഗ്രഹത്തോടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം നൽകുന്ന വേദമന്ത്ര സ്വരൂപനായ ഭഗവാൻ നമസ്കാരം. ധർമ്മസ്വരൂപനും അഖണ്ഡ ജ്ഞാനസ്വരൂപനും കർമ്മയോഗത്തിൻ്റെയും ജ്ഞാനയോഗത്തിൻ്റെയും പ്രവർത്തകനും ആത്മചൈതന്യ സ്വരൂപനുമായിരിക്കുന്ന ഭഗവാൻ നമസ്കാരം. കർത്തൃശക്തി, കരണശക്തി, കർമ്മശക്തി എന്നീ മൂന്നിനോടും ചേർന്ന് അഹങ്കാരസ്വരൂപിയായ രുദ്രദേവന് നമസ്കാരം. ജ്ഞാനസ്വരൂപേണ മനസ്സിലും ക്രിയാസ്വരൂപേണ ഇന്ദ്രിയങ്ങളിലും വിളങ്ങുന്നവനും വാഗിന്ദ്രിയത്തിലൂടെ പലവിധ ശക്തികളോടുകൂടിയ വാക്കുകളെ പുറപ്പെടുവിക്കുന്നവനും ബ്രഹ്മദേവ സ്വരൂപനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഭക്തന്മാരാൽ പൂജിക്കപ്പെടുന്നതും ഒരേ സമയത്ത് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുന്നതുമായ അവിടുത്തെ ആ ദിവ്യസ്വരൂപത്തെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന് അനുഗ്രഹിച്ചാലും വർഷകാല മേഘം പോലെ ശ്യാമളവും മൃദുവായതും സർവസൗന്ദര്യങ്ങളുടെയും സാരസർവസ്വവും 4 തൃക്കൈകളോടുകൂടിയതും അതിസുന്ദരവും വൃത്താകാരവും ആയ മുഖത്തോടു കൂടിയതുമാണല്ലോ അവിടുത്തെ ആ കോമള രൂപം. ചെന്താമര ഇതൾ പോലെയുള്ള കണ്ണുകൾ, സുന്ദരങ്ങളായ പുരികങ്ങൾ, ഭംഗിയുള്ള നാസിക, നല്ല പല്ലുകൾ, മനോഹരങ്ങളായിരിക്കുന്ന കവിൾത്തടങ്ങൾ, സമമായ കാതുകളിലെ മകരകുണ്ടലങ്ങൾ, പ്രീതിയെ സൂചിപ്പിക്കുന്ന കടാക്ഷങ്ങൾ, പാറിപ്പറക്കുന്ന കുറുനിരകൾ, ഇവയാൽ ശോഭിക്കുന്നതാണല്ലോ നിന്തിരുവടിയുടെ ആ തിരുമുഖം. മിന്നിത്തിളങ്ങുന്ന കിരീടം, വളകൾ, മുത്തുമാലകൾ, മഞ്ഞപ്പട്ടിൻ്റെ മേലെ ശോഭിക്കുന്ന അരഞ്ഞാണം, മാറിലെ കൗസ്തുഭരത്നം എന്നിവ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണല്ലോ അവിടുത്തെ അതിമനോഹരമായ രൂപം. ശംഖ, ചക്രം, ഗദാപത്മം എന്നിവ ധരിച്ച തൃക്കൈകൾ, വനമാല, ഐശ്വര്യ ദേവതയായിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ നിത്യസാന്നിധ്യം, ഇവയാൽ ശോഭിക്കുന്ന മാറിടം, സിംഹത്തിൻ്റെ കഴുത്തുപോലെ ഭംഗിയുള്ള കണ്ഠപ്രദേശം, ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ വയറിൽ തെളിഞ്ഞു കാണപ്പെടുന്ന 3 വലികൾ, പ്രപഞ്ചത്തെ തൻ്റെ ഉള്ളിലേക്ക് പിൻവലിക്കാനുള്ള ദ്വാരമോ എന്ന് തോന്നുമാറുള്ള നാഭി, സമമായ കാൽത്തുടകൾ, പതിഞ്ഞ കാൽമുട്ടുകൾ, മനോഹരങ്ങളായ കണങ്കാലുകൾ, ശരൽക്കാലത്തെ താമരപ്പൂ പോലെ ശോഭിക്കുന്ന പാദപത്മങ്ങൾ, ധ്യാനിക്കുന്ന ഭക്തന്മാരുടെ മനസ്സിലെ അജ്ഞാന അന്ധകാരത്തെ അകറ്റുന്ന ശോഭയേറിയ നഖങ്ങൾ, ഇങ്ങനെ ആപാദചൂടം സുന്ദരമായിരിക്കുന്ന അവിടുത്തെ ദിവ്യകോമള സ്വരൂപം ഞങ്ങൾക്ക് കാണിച്ചു തന്ന് അനുഗ്രഹിച്ചരുളിയാലും ജഗൽഗുരുവായ ഭഗവാനെ, അവിടുന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ശരിയായ മാർഗദർശകൻ. മനഃശുദ്ധിയെ ആഗ്രഹിക്കുന്നവർ ഈ സ്വരൂപത്തിൽ നിന്തിരുവടിയെ ധ്യാനിക്കണം. ഭഗവത് ഭക്തി യോഗം മാത്രമാണ് സംസാരമുക്തിയെ നൽകുന്നത്. ഭക്തി ഒന്നുകൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്ന ആ നിന്തിരുവടി അഭക്തർക്ക് ദുർലഭനാണ്. സ്വർഗം സാധിച്ചവർ കൂടി ആ ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മജ്ഞാനത്തിൽ ഉറച്ച നിഷ്ഠയോടുകൂടിയവർക്കും പ്രാപ്യസ്ഥാനമാണ് അവിടുന്ന്. ദുഷ്പ്രാപ്യനായ നിന്തിരുവടിയെ ഏകാന്തഭക്തിയിലൂടെ ആരാധിക്കാൻ കഴിഞ്ഞാൽ വിവേകിയായവൻ പിന്നെ മറ്റൊന്നിനെ എങ്ങനെ ആഗ്രഹിക്കും? നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ചവനെ ലോകത്തെ മുഴുവൻ സംഹരിക്കുന്ന അന്തകന് പോലും സമീപിക്കാൻ കഴിയില്ല. ഭഗവത് ഭക്തന്മാരോടുള്ള സത്സംഗത്തിന് തുല്യമായി ഞങ്ങൾ സ്വർഗസുഖത്തെയോ മോക്ഷത്തെ പോലുമോ കാണുന്നില്ല. മറ്റാഗ്രഹങ്ങളെപ്പറ്റി പിന്നെ പറയേണ്ടതുണ്ടോ? അതിനാൽ അവിടുത്തെ പാദതീർത്ഥമാകുന്ന ഗംഗയിലും കീർത്തിയാകുന്ന തീർത്ഥത്തിലും സ്നാനം ചെയ്ത് അകത്തും പുറത്തുമുള്ള പാപങ്ങളെ അകറ്റിയവരായ സജ്ജനങ്ങളോടുള്ള ആ സത്സംഗം സാധിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. സത്സംഗം കൊണ്ട് തത്വജ്ഞാനമുണ്ടാവും. അപ്പോൾ ആ സാധകൻ്റെ മനസ്സ് പുറമേ ശബ്ദാദി വിഷയങ്ങളിലേക്ക് പോകില്ല, അകത്ത് അവിദ്യയിൽ ലയിക്കുകയുമില്ല. അങ്ങനെ വിക്ഷേപവും ലയവും അകന്ന ചിത്തം കൊണ്ട് നിന്തിരുവടിയുടെ പരമാർത്ഥ സ്വരൂപം നിഷ്പ്രയാസം അറിഞ്ഞ് സാക്ഷാത്കരിക്കാൻ കഴിയുമല്ലോ. പ്രപഞ്ചത്തിൽ പ്രകാശിക്കുന്നവനും പ്രപഞ്ചത്തിൻ്റെ പ്രകടഭാവത്തിന് ആശ്രയഭൂതനും ആയിരിക്കുന്ന പരബ്രഹ്മമാണ് അവിടുന്ന്. ഭഗവാനെ, തന്നിൽ സ്ഥിതി ചെയ്യുന്നതും പലവിധ സ്വരൂപങ്ങൾ സ്വീകരിക്കുന്നതുമായ മായ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നത് അവിടുന്നാണല്ലോ. അപ്രകാരമുള്ള നിന്തിരുവടിയെ സ്വതന്ത്രനും ഭേദത്തെ തോന്നിപ്പിക്കുന്ന ഉപാധികളൊന്നുമില്ലാത്തവനുമായ ആ ബ്രഹ്മമായി ഞങ്ങൾ അറിയുന്നു. പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണ വൃത്തികൾ എന്നിവയോടുകൂടിയിരിക്കുന്ന ഈ പ്രപഞ്ചാകാര വിരാട് സ്വരൂപത്തെ കർമ്മയോഗികൾ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ആരാധിക്കുന്നു. അവർ മാത്രമാണ് വേദത്തിലും ശാസ്ത്രത്തിലും സമർത്ഥന്മാർ. ആദിപുരുഷനായ നിന്തിരുവടി ഏകനായിരുന്നു. യോഗനിദ്രയിൽ ലയിച്ച മായാശക്തിയോടുകൂടിയവനായിരുന്നു. പിന്നീട് നിന്തിരുവടിയിൽ നിന്നും മായാശക്തി വികസിച്ചു. അതിൽ നിന്നും സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളും അവയിൽ നിന്നും മഹത്തത്വം, അഹങ്കാരതത്വം എന്നിവയും ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളും ഉണ്ടായി. അവിടുന്ന് തന്നെയാണ് മായയിലൂടെ പ്രപഞ്ചാകാരണ പ്രകടമായിത്തീരുന്നത്.
സ്വന്തം മായ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട 4 വിധ ശരീരങ്ങളിൽ പ്രവേശിച്ചതിനാൽ അങ്ങയെ പുരുഷൻ, പുരങ്ങളിൽ അല്ലെങ്കിൽ ശരീരങ്ങളിൽ സഹിക്കുന്നവൻ എന്ന് പറഞ്ഞു വരുന്നു. അമ്മ പ്രസവിച്ചുണ്ടാകുന്ന മനുഷ്യർ, മൃഗങ്ങൾ ഇവരെ ജരായുജം എന്നും, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പക്ഷി, പാമ്പ് മുതലായവയെ അണ്ഡജം എന്നും, ഭൂമിയിൽ നിന്നും പൊട്ടിമുളച്ചുണ്ടാകുന്ന വൃക്ഷങ്ങൾ, ചെടികൾ മുതലായവയെ ഉദ്ഭിജം എന്നും, വിയർപ്പിൽ നിന്നും ഉണ്ടാകുന്ന മൂട്ട, പേൻ, കൊതുക് മുതലായവയെ സ്വേദജം എന്നും പറഞ്ഞു വരുന്നു. ഇവയാണ് 4 വിധ ശരീരങ്ങൾ. തേനീച്ചകൾ തേനിനെ എന്ന പോലെ ആ ഇന്ദ്രിയങ്ങളിലൂടെ ആ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്ന പുരുഷനെ ജീവൻ എന്ന് പറയുന്നു. എല്ലാ ലോകത്തിൻ്റെയും നിയന്താതാവായിരിക്കുന്ന അവിടുത്തേക്ക് ജീവനെ പോലെ സംസാരം ബന്ധം ഇല്ല. മായാശക്തിയാൽ ലോകത്തെ സൃഷ്ടിക്കുന്ന നിന്ദ്രിവടി തന്നെ അത്യുഗ്ര ശക്തിയോടുകൂടിയവനും കാലസ്വരൂപനുമായിട്ട് കാറ്റ് മേഘങ്ങളെ എന്ന പോലെ ജീവജാലങ്ങളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ച് സംഹരിക്കുന്നു. ശബ്ദാദി വിഷയങ്ങളിൽ ആസക്തനും എന്തു കിട്ടിയാലും തൃപ്തിയില്ലാതെ വീണ്ടും വിഷയങ്ങളെ തന്നെ ആഗ്രഹിച്ചുകൊണ്ടും കഴിയുന്നവനും ലക്ഷ്യത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നവനുമായിരിക്കുന്ന മനുഷ്യനെ ഒരിക്കലും മറവിയില്ലാത്ത കാലസ്വരൂപനായിരിക്കുന്ന അങ്ങ് വിശപ്പുള്ള പാമ്പ് എലിയെ എന്ന പോലെ പിടികൂടുന്നു. യാതൊന്നിനെ ഞങ്ങളുടെ പരമഗുരുവായിരിക്കുന്ന ബ്രഹ്മാവ്, ഞങ്ങളുടെ ഗുരു രുദ്രദേവൻ, അദ്ദേഹത്തിൻ്റെ ഗുരു ബ്രഹ്മദേവൻ എപ്പോഴും ആരാധിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ പാതാരബിന്ദങ്ങളെ ബുദ്ധിമാനായ ആരാണ് ഉപേക്ഷിക്കുക? ഈ പ്രപഞ്ചം മുഴുവൻ സംഹാരമൂർത്തിയായ ആ രുദ്രനെ ഭയപ്പെട്ട് കഴിയുന്നു. അതിനെ അറിയുന്ന ഞങ്ങൾക്ക് സർവ്വവ്യാപിയും മായയിൽ സ്ഥിതി ചെയ്യുന്ന ചൈതന്യവുമായിരിക്കുന്ന നിന്ദ്രിവടി മാത്രമാണ് ഭയരഹിതമായ ആശ്രയസ്ഥാനം. ഇങ്ങനെ ആ രുദ്രഗീതമന്ത്രം ഉപദേശിച്ച പരമശിവൻ പ്രചേതസ്സുകളോട് വീണ്ടും അരുളി ചെയ്തു: രാജകുമാരന്മാരെ, നിങ്ങൾ സ്വധർമ്മം അനുഷ്ഠിക്കുന്നവരായി ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഈ മന്ത്രത്തെ ജപിക്കുവിൻ. എല്ലാവരിലും സ്ഥിതി ചെയ്യുന്നവനും തന്നിൽ ആത്മസ്വരൂപേണ വിളങ്ങുന്നവനുമായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരിയെ തന്നെ എപ്പോഴും സ്തുതിച്ചും ധ്യാനിച്ചും പൂജിക്കുവിൻ. നിങ്ങൾ 10 പേരും യോഗാദേശം എന്ന് പറയപ്പെടുന്ന ഈ മന്ത്രത്തെ പഠിച്ച് ഹൃദിസ്ഥമാക്കി മുനിചര്യയോടെ ജപിക്കുവിൻ. പ്രജാസൃഷ്ടിക്ക് തുനിഞ്ഞ ഭൃഗുമഹർഷി മുതലായവർക്കും എനിക്കും ബ്രഹ്മദേവൻ ആദ്യത്തിൽ ഉപദേശിച്ചതാണ് ഈ മന്ത്രം. ബ്രഹ്മാവ് പ്രജാസൃഷ്ടിക്ക് ഞങ്ങളെ നിയോഗിച്ചപ്പോൾ ഈ മന്ത്രം ജപിച്ച് തമോ ഗുണത്തെ നശിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ആ പരമാതിരി പ്രജകളെ സൃഷ്ടിച്ചത്. ഭഗവാൻ വാസുദേവനെ സർവാത്മന ആശ്രയിച്ച് ഈ മന്ത്രത്തെ മനസ്സിരുത്തി ജപിക്കുന്ന മനുഷ്യൻ കാലതാമസമില്ലാതെ ശ്രേയസ്സിനെ പ്രാപിക്കും. ശ്രേയസ്സുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും മോക്ഷപ്രാപ്തിയെ സാധിപ്പിക്കുന്നതും ആത്മബോധമാണ്. ആത്മബോധമാകുന്ന തോണിയിൽ കയറിയാൽ കാണാൻ കഴിയാത്ത ദുഃഖസമുദ്രത്തെ നിഷ്പ്രയാസം മറികടക്കുവാൻ കഴിയും. ഞാൻ ഉപദേശിച്ചു തന്ന രുദ്രഗീതമാകുന്ന ഈ സ്തോത്രത്തെ ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടി പഠിച്ച് വശമാക്കുന്നവൻ എളുപ്പത്തിൽ സന്തോഷിപ്പിക്കാൻ പ്രയാസമായ ഭഗവാനെ ആരാധിക്കുന്നവനായിത്തീരും. എൻ്റെ ഈ ഗീതം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചാൽ അവിടുന്ന് സന്തുഷ്ടനായി ഭക്തൻ ആഗ്രഹിക്കുന്നത് എല്ലാം നൽകി അനുഗ്രഹിക്കും. പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് ശ്രദ്ധയോടുകൂടി ഈ സ്തോത്രത്തെ കേൾപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ പ്രാരബ്ധ കർമ്മങ്ങളെ കൊണ്ടുള്ള ആ ബന്ധത്തിൽ നിന്നും മോചിതനായിത്തീരും. രാജകുമാരന്മാരെ, ഞാൻ നിങ്ങൾക്ക് പരമാത്മാവായ ഭഗവാന്റെ ഈ ദിവ്യസ്തോത്രം ഉപദേശിച്ചു തന്നു. ഇതിനെ നിങ്ങൾ ഏകാഗ്രതയോടെ ജപിക്കുവിൻ. നിശ്ചയമായും അവസാനത്തിൽ നിങ്ങളുടെ അഭീഷ്ടങ്ങളെല്ലാം സാധിക്കും. ശ്രീഹരേ.